അടുത്തത് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമുക്ക് കാണേണ്ടത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ. ഇതാണ് ഫംഗ്ഷൻ. ഇനി എക്സ് വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആസ് എക്സ് ടെൻസ് ടു വൺ ഈ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ എക്സ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ. ഈ ഒരു ലിമിറ്റ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. എക്സ് ഈക്വൽ ടു വൺ എന്നുള്ള പോയിന്റിൽ അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? വൺ മൈനസ് വൺ, സീറോ ബൈ വൺ മൈനസ് വൺ, സീറോ ബൈ സീറോ എന്നുള്ള ഫോമാണ് വരിക. അപ്പൊ ഈ എക്സ് ഈക്വൽ ടു വൺ എന്ന ഈ ഒരു പോയിന്റിൽ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹോൾ വന്നത്. അതെന്താണ്? ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻഡ് അല്ല, ബാക്കി എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്താ കണ്ടത്? ഇതിന്റെ ലിമിറ്റ് കാണണം. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എത്ര വരിക നിങ്ങൾ നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എന്താ വരിക? അല്ലെ, ഇവിടുന്ന് നേരെ ഇതിലേക്ക് വന്നിട്ട് 2 എന്നുള്ള പോയിന്റിലേക്കാണ് അതിന്റെ ലിമിറ്റ് ചെന്നത്. അതുപോലെ എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴോ ഫംഗ്ഷൻ വാല്യൂ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വീണ്ടും 2ലേക്ക്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റും 2ലേക്കാണ് വരുന്നത്, റൈറ്റ് ലിമിറ്റും 2ലേക്കാണ് വരുന്നത്. അപ്പൊ ഈ ഗ്രാഫിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ലിമിറ്റ് ഈ ഒരു ഫംഗ്ഷനിലേക്കാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റും. ഇനി അതെങ്ങനെ നമ്മൾ തിയററ്റിക്കലി എങ്ങനെയാ പറയാ? ഈ ലിമിറ്റ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ എക്സ് സ്ക്വയർ മൈനസ് വൺ ആണ്. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അതിനെ നമുക്കറിയാം എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ മുകൾ ഭാഗത്ത് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ എന്ന് എഴുതാം. എന്താണ്? ഈ എക്സ് മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ എക്സ് പ്ലസ് വൺ എന്ന് വരും. ഇവിടെ ഇനി ഫംഗ്ഷന്റെ ഈ എക്സിന് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു വൺ പ്ലസ് വൺ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്? 2 എന്നുള്ളതാണ്. അപ്പൊ ഇനി നിങ്ങൾ നോക്കൂ, ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് പ്ലസ് വൺ നമുക്ക് ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക. അതിൽ ഈ 2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് മാത്രം എക്സ്ക്ലൂഡഡ് ആണ് അല്ലെ? y ഈക്വൽ ടു 2 എന്നുള്ളത് കാരണം വണ്ണിലെ ഫംഗ്ഷൻ വാല്യൂ ഡിഫൈൻഡ് അല്ല. ഇനി ഇതേ ഫംഗ്ഷൻ നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തോളൂ, y ഈക്വൽ ടു എക്സ് പ്ലസ് വൺ അല്ലെ? എന്താ നേരത്തെ ഫംഗ്ഷനും ഈ ഫംഗ്ഷനും തമ്മിലുള്ള മാറ്റം? ഇവിടെ എഫ് ഓഫ് വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ വാല്യൂ ഡിഫൈൻഡ് ആണ്, അതിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് കാണാൻ നിങ്ങൾക്ക് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ എക്സ് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സോ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. ഈ രണ്ട് ഫംഗ്ഷനെയും നേരത്തെ കണ്ട ഈ ഫംഗ്ഷന്റെയും ഈ ഒരു ഫംഗ്ഷന്റെയും രണ്ടിന്റെയും ലിമിറ്റ് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. പക്ഷെ ഈ ഫസ്റ്റ് ഫംഗ്ഷനിൽ എന്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല? എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പൊ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ഐഡന്റിറ്റി ഫംഗ്ഷൻ. നിങ്ങൾ ഐഡന്റിറ്റി ഫംഗ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്താ ഐഡന്റിറ്റി ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ എന്താ പറയാ? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു എക്സ് നോട്ട് എന്നുള്ള ഒരു പോയിന്റിൽ ഈ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ലിമിറ്റ് എങ്ങനെയാണ് നമുക്ക് കാണാം? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് ഇവിടെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? എക്സിന് എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് നോട്ട് കിട്ടും. അപ്പൊ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എപ്പോഴും എന്താണ്? ഈ ലിമിറ്റ് നമ്മൾ എടുക്കുന്നത് ഏത് പോയിന്റിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുമ്പോഴാണോ അതേ പോയിന്റ് തന്നെയാണ് നമുക്ക് ഇതിന്റെ ലിമിറ്റ് ആയിട്ട് കിട്ടുക. ഇതല്ലേ ഐഡന്റിറ്റി ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞപ്പോൾ ഫംഗ്ഷൻ എക്സ് 0 ആകുമ്പോൾ വൈയും 0 ആണ്, എക്സ് 1 ആകുമ്പോൾ y 1 ആണ്, എക്സ് 2 ആകുമ്പോൾ y 2 ആണ്, എക്സെട്ര എന്നുള്ള ഈ y ഈക്വൽ ടു എക്സ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ നോക്കുക. അപ്പൊ ഇനി എക്സ് നോട്ട് എന്നുള്ള ഒരു പോയിന്റില് ഇതിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? എക്സ് നോട്ട് തന്നെയാണ് അല്ലെ? എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ എക്സ് നോട്ട് തന്നെയാണ്. അപ്പോൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്?
ഒരു എ എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, 1 അല്ലെങ്കിൽ 1 എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഈ 1ന്റെ ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരിക? 1 എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 1ന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ത് വരും? 1 തന്നെ വരും. അപ്പൊ എന്താണോ, അപ്പൊ ഈ ഒരു ലിമിറ്റ്, അപ്പൊ ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും 1ലേക്ക് തന്നെയാണ് വരിക. സോറി, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും 1ലേക്ക് തന്നെയാണ് വരിക. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും 1 തന്നെയാണ് വരിക. അപ്പൊ ഈ x0 എന്നുള്ള ഈ പോയിന്റ് നിങ്ങൾ കണ്ടു നോക്കൂ. ഈ x0 എന്നുള്ള പോയിന്റിൽ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരുന്നത്? x0 ആണ് വരുന്നത്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരുന്നത്? അതും x0 ആണ് വരുന്നത്. അപ്പൊ ഏതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ f of x is equal to x എന്ന് പറയുന്ന ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ലിമിറ്റ് എപ്പോഴും എന്താവും? x0 ആയിരിക്കും, ആസ് x tends to x0. ഈ കാര്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ഇനി അതുപോലെ തന്നെയാണ് നമ്മളുടെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എങ്ങനെയാണ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക? നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? f of x is equal to, അല്ലെ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക f of x is equal to some k where k is a constant. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? എക്സിന്റെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, വൈയുടെ വാല്യൂ എപ്പോഴും എന്തേ വരുള്ളൂ? k വരുള്ളൂ. x ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? k. x ഈക്വൽ ടു 1 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? k. x ഈക്വൽ ടു x0 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? k. എക്സിന്റെ വാല്യൂ എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കേസിൽ ഫംഗ്ഷൻ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? k തന്നെ കിട്ടും. ഈ കേസിൽ ലിമിറ്റ് എന്താ വരിക? ആസ് x tends to x0. that is ലിമിറ്റ് x tends to x0 f of x equal to എന്ത് വരും? ലിമിറ്റ് x tends to x0 k എന്ന് വരും. അതെന്ത് തന്നെയാണ്, കാരണം k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അതിൽ നമുക്ക് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. സോ ദാറ്റ്സ് ഈക്വൽ ടു k. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് എപ്പോഴും k തന്നെയാണ്. ആ കോൺസ്റ്റന്റ് എന്താണോ അത് തന്നെയാണ് വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ടൊക്കെ എഴുതിയിട്ട് വായിച്ചു നോക്കുക.